ധർമ്മസ്ഥലയുമായി ബന്ധപ്പെട്ട് വളരെ സുപ്രധാനമായ ഒരു വാർത്തയാണ് ഇപ്പോൾ ന്യൂസ് 18 പുറത്തുവിടുന്നത്. ധർമ്മസ്ഥലയിൽ മലയാളി കുടുംബം രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. കാസർഗോഡ് കാഞ്ഞങ്ങാട് സ്വദേശി രഞ്ജിരാജ് കരിന്തളവും ഭാര്യയുമാണ് ഡി ഗാങ്ങിൽ നിന്ന് രക്ഷപ്പെട്ടത്. വർഷങ്ങൾക്ക് മുൻപ് മധുവിധു ആഘോഷത്തിനായി ധർമ്മസ്ഥലയിലെത്തിയപ്പോൾ നടന്ന സംഭവം ഇന്നും ഭയപ്പാടോടെ ഓർക്കുകയാണ് രഞ്ജിത് രാജ്. ധർമ്മസ്ഥലയിൽ നിന്നും ഓരോ ദിവസവും വരുന്നത് ഭയാനകമായ വാർത്തകളാണ്. ഒരുപാട് പേർക്കാണ് ഇത്തരത്തിൽ ദുരനുഭവം ഇവിടെ നിന്ന് നേരിട്ടിട്ടുള്ളത്. ഏതായാലും അത്തരത്തിലൊരു അനുഭവം നേരിട്ടാണ് നമ്മോടൊപ്പം ചേരുന്നത് കരിന്തളം സ്വദേശിയും കാഞ്ഞങ്ങാട് താമസക്കാരനുമായ രഞ്ജിത്ത് എന്ന് പറയുന്ന ആളാണ്. ഇദ്ദേഹത്തിനും ഇത്തരത്തിൽ സമാനമായ അനുഭവം ഉണ്ടായി. അദ്ദേഹത്തോട് തന്നെ നമുക്ക് ആ കാര്യങ്ങൾ ചോദിക്കാം. എന്താണ് ധർമ്മസ്ഥലയിൽ പോയപ്പോൾ ഉണ്ടായ ഒരു അനുഭവം, എങ്ങനെയാണ് അവർ? ധർമ്മസ്ഥലയിൽ ഏകദേശം എനിക്ക് തോന്നുന്നു 2004 എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് 3ാമത്തെ ദിവസമാണ് ഞങ്ങൾ പോയത്. ഞാനും ഭാര്യയും കൂടെ ഞങ്ങൾ ആദ്യം കൊല്ലൂർ പോയി. കൊല്ലൂരിൽ നിന്ന് തിരിച്ച് ധർമ്മസ്ഥലയിലേക്ക്, ആ സമയത്ത് കാറൊന്നും ഇല്ലാത്ത സമയമാണ്, ബസ്സിലാണ്, KSRTC കർണാടകയിലെ KSRTC ബസ്സിലാണ് പോയത്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ, ഒരു ചെറിയ ബാഗുണ്ട്. അങ്ങനെ ഞങ്ങൾ പോയി ഒരു സന്ധ്യയോടടുത്തിട്ടാണ് ബസ് ട്രാവൽ ചെയ്ത് പോകുന്നത് ധർമ്മസ്ഥലയിലേക്ക്. അപ്പോൾ ഞങ്ങളുടെ സീറ്റിൽ ഒരു കാഷായ വേഷമൊക്കെ ഇട്ട് ഒരാൾ ഇരിക്കുന്നതായിരുന്നു. അപ്പോൾ അയാൾ ഞങ്ങൾ എവിടെയാണെന്നൊക്കെ ചോദിച്ചപ്പോൾ ഞങ്ങൾ കരിന്തളത്താണ്, കാസർഗോഡ് ജില്ലയിൽ കരിന്തളത്താണെന്നൊക്കെ പറഞ്ഞപ്പോൾ ഇവിടുത്തെ അമ്പലത്തിനെ കുറിച്ചും കാര്യങ്ങളൊക്കെ ഇയാൾക്കറിയാം. ഇയാളെല്ലാം പറഞ്ഞു. അപ്പോൾ ഇന്ന് എവിടെയാണ് താമസിക്കുന്നത് ചോദിച്ചപ്പോൾ ധർമ്മസ്ഥലയാണെന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ പറഞ്ഞു നിങ്ങൾ രണ്ടുപേരേ ഉള്ളെങ്കിൽ ധർമ്മസ്ഥലയിൽ താമസിക്കേണ്ടെന്ന് പറഞ്ഞു. അപ്പം വൈഫിന് മൈഗ്രെയിൻ്റെ പ്രശ്നം ഉണ്ടായതുകൊണ്ട് ഞങ്ങൾ എന്തായാലും ഇനി യാത്ര ചെയ്യുന്നില്ല, ഇന്നിവിടെ താമസിക്കാൻ ഇന്നലെ തീരുമാനിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ ഒരുപാട് നിർബന്ധിച്ചു, ഇവിടെ താമസിക്കേണ്ട, നിങ്ങൾ സുബ്രഹ്മണ്യം പോയിട്ട് താമസിച്ചു എന്ന് പറഞ്ഞു. പക്ഷേ അതൊന്നും ഞങ്ങൾ കേൾക്കാതെ ഒരു കാഷായ വസ്ത്രം ധരിച്ച ഒരാൾ പറയുന്നത് കേൾക്കേണ്ട കാര്യമില്ലതുകൊണ്ട് ഞങ്ങൾ ധർമ്മസ്ഥലയിൽ ഇറങ്ങി അവിടെ നിന്നിട്ട് അപ്പം നമുക്കൊന്നും അറിയത്തില്ലായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് ഒരാൾ റൂമാണെന്ന് ചോദിച്ചു. ഞങ്ങൾ റൂം വേണമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ പറഞ്ഞു 650 രൂപ 700 രൂപ എന്തോ ആയിരുന്നു ആ സമയത്ത്, 2004 അങ്ങനെ ഞങ്ങൾ രണ്ടുപേരെയും കൂട്ടി ഈ ബാഗൊക്കെ അയാൾ തന്നെ മേടിച്ചു. ഞങ്ങളെ ഒരു ബിൽഡിങ്ങിൻ്റെ എനിക്കിപ്പോഴും ഓർക്കുന്നു. ഇപ്പോഴത്തെ വാർത്തകളൊക്കെ കേൾക്കുമ്പോൾ ഒരു ഭയത്തോടെയാണ് നമ്മൾ ഓർമ്മയിൽ വരുന്നത്. ഒരു ഇടവഴിയിലൂടെ ഇങ്ങനെ കൊണ്ടുപോയി ഒരു റൂമിനകത്ത് നമ്മളെ റൂം തന്നു. 650 രൂപ വാങ്ങി. ആ സമയത്ത് ID കാർഡും കാര്യങ്ങളൊന്നുമില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ റൂമിൽ കയറി ഡോർ അടച്ചപ്പോൾ ഒരു വല്ലാത്തൊരു റൂമാണത്. എന്താ പറയുക, നമുക്കൊരു ശരിക്കും ഒരു ജയിലർ പോലെയുള്ള റൂം അങ്ങനെയാണ് ഫീൽ ചെയ്തത്. പിന്നെ അതൊന്നും വിഷയമാക്കാതെ ഞങ്ങൾ അവിടെ താമസിക്കാൻ വേണ്ടി ഒരു 8-9 മണിയായിട്ടുണ്ടാവും. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ ഒരു 6-7 പേര് നമ്മുടെ റൂമിന് ചുറ്റുമുണ്ട്. എന്താണെന്ന് വെച്ചാൽ അതൊരു നമുക്കൊരു പേടിപ്പെടുത്തുന്ന പോലെയാണ്. നമ്മുടെ സേഫ്റ്റിയും ഇല്ല, നമ്മുടെ പ്രൈവസിയും ഇല്ല. ആ വൈഫ് പറഞ്ഞ് നമുക്ക് പോകാം, അവിടെ നിൽക്കണ്ട, ആ സ്വാമി പറഞ്ഞത് അയാൾ പറഞ്ഞില്ലേ നിൽക്കണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അതൊന്നും കുഴപ്പമില്ല, കല്യാണം കഴിഞ്ഞ് നമ്മൾ ധൈര്യം കാണിക്കണ്ടേ, അതൊന്നും കുഴപ്പമില്ല, നമുക്ക് നിൽക്കാൻ തോന്നും. ഒരു 10 മിനിറ്റും കൂടെ കഴിയുമ്പോൾ കുറച്ചും കൂടെ ഒരു സിഗരറ്റൊക്കെ വലിച്ചിട്ട് പുകയൊക്കെ റൂമിനകത്തേക്ക് വരുന്നു. ഈ ആൾക്കാർ നമ്മൾ പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു പോകാൻ പൈസ തിരിച്ചു തരില്ലെന്ന് പറഞ്ഞു. കാശ് തിരിച്ചു തരില്ല സാർ, ഞങ്ങൾ പോയിക്കൊള്ളാമെന്ന് പറഞ്ഞു. ഞങ്ങൾ പോവാണ്, പിന്നെ എന്താ കാശ് തരാം, നമ്മൾ താമസിക്കുന്നില്ലെന്ന് പറഞ്ഞു. അത് പറ്റില്ലെന്ന് പറഞ്ഞിട്ട് പിന്നെ നമുക്ക് ഡോർ തുറക്കാൻ പറ്റാതെ നമ്മളൊരു ലോക്കായ പോലെയാണ്. പിന്നെ വൈഫർ എന്തായാലും പോകാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ എങ്ങനെയോ അവിടെ നിന്ന് അപ്പം തന്നെ ഒരു 9-10 സമയത്ത് രാത്രി ഇറങ്ങി പുറത്ത് ബാഗ് എടുത്തിട്ട് വന്നു. പൈസ തിരിച്ചു മേടിക്കാനൊന്നുമില്ല. തിരിച്ചു മേടിക്കാൻ വന്നിട്ട് അന്ന് രാത്രിയാണ് ഞങ്ങൾ അവിടെ നിന്ന് ലാസ്റ്റ് 9:25 സുബ്രഹ്മണ്യത്തേക്ക് ഒരു KSRTC ബസ് ഉണ്ട്. ആ ബസ്സിന് കയറി രാത്രി സുബ്രഹ്മണ്യം പോയി ഞങ്ങൾ താമസിച്ചതാണ്. പക്ഷെ ഇപ്പോഴത് വിചാരിക്കുമ്പോൾ വല്ലാത്ത, നമ്മളിപ്പം ഞങ്ങളെ ഈ ചാനലുകളൊക്കെ വരുന്ന വാർത്തകളൊക്കെ കാണുമ്പോൾ അന്നും ഒരുപക്ഷെ നമ്മളും അതിൽ ഇരകളായിരുന്നെങ്കിലോ എന്ന് നമ്മൾ ചിന്തിച്ചു പോകുന്നു. ഇയാൾക്ക് ഇത് അറിയാമായിരുന്നു എന്നാണോ മനസ്സിലാക്കുന്നത്? തീർച്ചയായിട്ടും ഞാനിപ്പോൾ ശരിക്കും ഒരു ദൈവമുണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിൽ അയാളാണ് ദൈവം. കാരണം അയാൾക്കറിയാം, അയാൾ കൃത്യമായിട്ട് കരിന്തളത്തെക്കുറിച്ച് പറയുമ്പോൾ കരിന്തളം ഭഗവതി ക്ഷേത്രത്തിനെക്കുറിച്ച് ഞങ്ങളോട് പറഞ്ഞു, അവിടുത്തെ തറവാട്ടിനെക്കുറിച്ച് ഞങ്ങളോട് പറഞ്ഞു. അപ്പോൾ അതൊക്കെ പറഞ്ഞിട്ട് അയാൾ പറഞ്ഞു നിങ്ങൾ ഒരിക്കലും അവിടെ താമസിക്കാൻ വേണ്ടി പാടില്ല. ഞങ്ങളുടെ ജന്മനക്ഷത്രമൊക്കെ ചോദിച്ചു അയാൾ. അതൊക്കെ പറഞ്ഞു അവിടെ ഒരിക്കലും താമസിക്കരുത്, ഞാൻ സുബ്രഹ്മണ്യത്തേക്കാണ്, നിങ്ങൾ സുബ്രഹ്മണ്യം പോയിക്കുമെന്ന് പറഞ്ഞു. എന്നിട്ടും അയാൾ ഞങ്ങൾ ഇറങ്ങുന്ന ബസ്സിൽ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ പോകുന്നത് നോക്കി അയാൾ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ ആ റൂമിൽ അയാളെ കൂടെ പോകുന്ന നോക്കി അയാൾ നോക്കി നിൽക്കുന്നത് ഇപ്പോഴും എൻ്റെ മനസ്സിൽ കാണുന്നുണ്ട് ശരിക്കും. അതായത് 95 മുതൽ 2014 വരെയുള്ള കാലഘട്ടങ്ങളിലാണ് ഒരുപാട് കൊലപാതകങ്ങൾ നടന്നത്. ലോഡ്ജുകൾ കേന്ദ്രീകരിച്ച് പെൺകുട്ടികൾ തട്ടിക്കൊണ്ടുപോലും ഇതുപോലെ വരുന്ന ആൾക്കാർ. ഇപ്പോൾ അതെങ്ങനെ ഓർത്തെടുക്കുന്നു? ആ ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തൽ എങ്ങനെ? തീർച്ചയായിട്ടും ഭയാനകമല്ലേ ശരിക്കും. ആ കാലഘട്ടത്തിൽ നമുക്ക് ഇന്നത്തെ പോലെ ഒരുപാട് ഫെസിലിറ്റീസുകളൊന്നും അന്നില്ല. എത്ര നിരപരാധികൾ, ഇനിയും അറിയപ്പെടാതെ എത്ര ആളുകൾ അതിനിടയിൽ ഉണ്ടായിട്ടുണ്ടാവും, എത്ര ആൾക്കാരുണ്ടാവും. ശരിക്കും ഭയപ്പെടുത്തുന്നൊരു സംഭവം തന്നെ. നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ഇതൊക്കെ നടക്കുക എന്ന് പറഞ്ഞാൽ ചിന്തിക്കുന്നതിനപ്പുറത്താണ്. അങ്ങനെ പോവാ, ഫാമിലിയും കൊണ്ട് എവിടെ പോവാം? ഇപ്പോൾ ഇത് ഭാര്യയുമായി ഇത് സംസാരിക്കുമ്പോൾ ഇങ്ങനെ വാർത്തകൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? തീർച്ചയായിട്ടും അവൾ പേടിച്ചിരിക്കുക. അവളാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഈ വാർത്ത കണ്ട് എന്നോട് പറഞ്ഞത്, ഇങ്ങനെ രഞ്ജിയേട്ടാ നമ്മൾ അന്നത്തെ കാര്യങ്ങൾ അറിഞ്ഞില്ല, ഈ സംഭവം ഇതൊക്കെ സത്യമാണ്, നമ്മളും ചിലപ്പോൾ നമ്മളിന്ന് ഉണ്ടാവില്ലായിരുന്നില്ലേ. ശരിക്കും തീർത്തും നമ്മളെല്ലാവരും പേടിച്ചിരിക്കുകയാണ്. അങ്ങനെയാണ് വാർത്ത ഇപ്പം പുറത്ത് പറയാനൊരു ആഗ്രഹം, ആരും അറിയട്ടെ എന്നല്ലേ പറയാൻ.
എന്തായാലും ബാഹുബലി ഹിൽസിലാണ് ഇപ്പോൾ പരിശോധന, അതായത് ക്ഷേത്രഭൂമിയിൽ. ഇവിടെ ഇത്തരത്തിൽ വിവാഹം കഴിഞ്ഞ് മധുവിധം ആഘോഷിക്കാനായി വന്ന ഒരു ഭാര്യ ഭർത്താവിനെയും ഇത്തരത്തിൽ കൊലപ്പെടുത്തി അവിടെ ഈ ശുചീകരണ തൊഴിലാളി ഏൽപ്പിക്കുകയും അദ്ദേഹം അവിടെ കുഴിച്ചിട്ടു എന്ന് പറയുന്ന സ്ഥലമാണ്. ഇത്തരത്തിൽ ഒരുപാട് പേരുടെ, അതായത് പ്രായപൂർത്തിയാവാത്ത കുട്ടികളെ മാത്രമല്ല, ഈ വിവാഹം കഴിഞ്ഞ് മധുവിധം ആഘോഷിക്കാൻ വരുന്ന ആളുകളെയൊക്കെ ടാർഗറ്റ് ചെയ്തിട്ടുണ്ട് ഈ സംഘം, ഈ ഡി ഗ്യാങ് ഉൾപ്പെടെയുള്ള സംഘം എന്ന് വേണം മനസ്സിലാക്കാൻ. ഈ ഓരോ ഉദാഹരണത്തിൽ ഇത്തരത്തിൽ ഒരുപാട് ആളുകൾ ഫോണിലും ബന്ധപ്പെടുന്നുണ്ട്. ഇത്തരം അനുഭവങ്ങൾ നമുക്കുണ്ടായി എന്ന് പറയുന്നത് ധർമ്മസ്ഥലയിൽ ഓരോ ദിവസവും വരുന്ന വാർത്തകൾ അത്രത്തോളം ഭയാനകവും ചിന്തിക്കാൻ പോലും കഴിയുന്നതിന് അപ്പുറമാണെന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണിത്. KB ബൈജു, ന്യൂസ് 18 കാസർഗോഡ്. KB ബൈജു വിവരങ്ങളുമായി ചേർന്നു. ബൈജു, വെരി ഗുഡ് മോർണിംഗ്. ഓരോ ദിവസവും ധർമ്മസ്ഥലയിൽ നിന്ന് വരുന്നത് അത്രമാത്രം ഭയപ്പെടുത്തുന്ന വിവരങ്ങളാണ്. ഇത് നമ്മുടെ രാജ്യത്ത് തന്നെയാണോ ഈ ധർമ്മസ്ഥല എന്ന് തോന്നിപ്പോകും വിധം ഉള്ള സംഭവ വികാസങ്ങളാണ് ഓരോ ദിവസവും നമ്മൾ തന്നെ പുറത്തുവിടുന്നത്. ഇപ്പോഴിതാ മധുവിധു ആഘോഷിക്കാൻ ഈ പറയുന്ന കാലഘട്ടത്തിൽ, അതായത് 2008 വരെയുള്ള ആ കാലഘട്ടത്തിൽ തന്നെ, 2004 ഞാൻ മനസ്സിലാക്കുന്നത്, ഈ കുടുംബം അവിടെ എത്തുന്നു. അവിടെ നിന്ന് അവർ തലനാരിഴയ്ക്ക് രക്ഷപ്പെടുന്ന ഒരു വലിയ ദുരനുഭവമാണ് ഇപ്പോൾ ആ കുടുംബം, അദ്ദേഹം നമ്മളോട് ന്യൂസ് 18നോട് വെളിപ്പെടുത്തിയിരിക്കുന്നത്. ധർമ്മസ്ഥലയിൽ ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. ഡി ഗ്യാങ്ങിന്റെ അഴിഞ്ഞാട്ടം അത് വർഷങ്ങൾക്ക് മുൻപ് തന്നെ അവിടെ ഉണ്ട്. അവർ അവിടെ പ്രബലരാണ് എന്നൊക്കെ തെളിയിക്കുന്ന സംഭവ വികാസങ്ങളാണ് ഓരോ ദിവസവും പുറത്തോട്ട് വരുന്നത്, അല്ലേ ബൈജു? വിവരങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായും ഭവ്യ, ഈ 94 മുതൽ 2014 വരെയാണ് ഇത്തരത്തിൽ ഒരുപാട് മൃതദേഹങ്ങൾ ഇത്തരത്തിൽ സംസ്കരിച്ചു എന്ന് ഈ ശുചീകരണ തൊഴിലാളി വെളിപ്പെടുത്തി. അതേ കാലഘട്ടത്തിലാണ് രഞ്ജുവും കുടുംബവും അവിടെ എത്തിയത്, അതായത് 2004 ആ കാലഘട്ടങ്ങളിൽ. ഒരു പക്ഷേ ഇവരും ആ ഇരകളായേനെ. കാരണം ഇപ്പോൾ തെരച്ചിൽ നടക്കുന്നത്, നമ്മളിപ്പോൾ ഈ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇയാളുടെ വെളിപ്പെടുത്തൽ ഉണ്ടാകുമ്പോൾ തെരച്ചിൽ നടക്കുന്നത് അവിടെ ലോഡ്ജിൽ നിന്നും ഇത്തരത്തിൽ കൊല ചെയ്യപ്പെട്ട് ഭാര്യയെ അതിക്രൂരമായി ബലാത്സംഗം ചെയ്ത് ഭർത്താവിനെയും കൊലപ്പെടുത്തി ഈ ബാഹുബലി ഹിൽസിന് തൊട്ട് പിറകിലുള്ള സ്ഥലത്ത് സംസ്കരിച്ചു എന്ന് ഈ ശുചീകരണ തൊഴിലാളി ചൂണ്ടിക്കാട്ടി സ്ഥലമാണ്. ആ സ്ഥലത്ത് പരിശോധന നടക്കുന്ന സമയത്താണ് അതിന് സമാനമായ രീതിയിൽ ഒരു അനുഭവം ഇപ്പോൾ ഇവർ പങ്കുവെക്കുന്നത്. ഒരു പക്ഷേ അന്ന് രാത്രി അവർ അവിടെ തങ്ങുകയാണെങ്കിൽ ഇതേ അവസ്ഥ ഇവർക്കും വരുമായിരുന്നു. അത് ആ കുടുംബം ഇപ്പോഴും ഭീതിയോടുകൂടി അത് നമ്മോട് പങ്കുവച്ചിട്ടുണ്ട്. എന്തായാലും ഒരുപാട് പേർക്ക് ഇത്തരത്തിൽ ദുരനുഭവം ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് പേരെ കാണാതുമായിട്ടുണ്ട് ഇവിടെ. അതെല്ലാം ഇനി പുറത്തു വരേണ്ടതുണ്ട്. ഇന്നത്തെ പരിശോധനയിലേക്ക് വന്നാൽ ഭവ്യ, വളരെ പ്രധാനമാണ് ഇന്നത്തെ പരിശോധന. ഈ ബാഹുബലി ഹിൽസിന് പുറകിൽ ഒരുപാട് മൃതദേഹങ്ങൾ ഇത്തരത്തിൽ കുഴിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു സ്പോട്ട് ശുചീകരണ തൊഴിലാളി ചൂണ്ടിക്കാട്ടിയിരുന്നു. അവിടെ ഒരു 4 അടിയോളം മാത്രമേ ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം കുടിയെടുത്ത് പരിശോധന നടത്തിയിട്ടുള്ളൂ. 8 അടിയിൽ മുകളിൽ അവിടെ മണ്ണും മറ്റു വസ്തുക്കളും ഇട്ട് തെളിവ് നശിപ്പിക്കാനുള്ള ഒരു ശ്രമം നടന്നതായി ഈ സാക്ഷിയുടെ അഭിഭാഷകർ, ഒപ്പം സുജാത ഭട്ടിന്റെ അഭിഭാഷകർ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. ആ സ്ഥലം കൃത്യമായി വിശദമായി പരിശോധിക്കണമെന്നൊരു ആവശ്യമാണ് ഇപ്പോൾ ഇവർ ഉന്നയിച്ചിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇന്ന് ആ പ്രദേശത്ത് പരിശോധിക്കുമോ? കാരണം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഈ നേത്രാവതി പുഴയോരത്തും വനമേഖലയിലുമാണ് പരിശോധനയെങ്കിൽ 11ാം നാൾ വളരെ അപ്രതീക്ഷിതമായാണ് നിർണായക